ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പൺ ടെറസിൽ, അതായത് ഫസ്റ്റ് ഫ്ലോർ ഓപ്പൺ ടെറസിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, വാഷിംഗ് മെഷീൻ, വാഷ് ബേസിൻ, അതുപോലെ തന്നെ ഇൻവെർട്ടർ സിസ്റ്റം, ഇതെങ്ങനെയെല്ലാം ഒറ്റ ഭിത്തിയിൽ അധികം സ്പേസ് ഇല്ലാത്ത രീതിയിൽ എല്ലാം ഒരേ റേഞ്ചിൽ അറേഞ്ച് ചെയ്ത് ബാക്കി സ്ഥലമെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ടെറസാണ് വരുന്നത്, ഒരു ബാത്റൂമിൻ്റെ ബാക്ക് സൈഡ് കൂടിയാണ് വരുന്നത്. ആ ബാത്റൂമിൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് നമ്മളതിൻ്റെ 4 ഇഞ്ച് പൈപ്പും അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളത്തിൻ്റെ 2 ഇഞ്ച് പൈപ്പും നമ്മൾ കറക്റ്റായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി തുളച്ചിരിക്കുന്നു. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതിൽ നിന്ന് വേണ്ട ഒരു ടീ ഇട്ടിട്ടാണ് ഓൾറെഡി പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ബാത്റൂമിൽ നിന്ന് വന്നതിന് ശേഷം. അതിനുശേഷം റെഡ്യൂസ് ചെയ്തിട്ട് 1.5 ഇഞ്ച് പൈപ്പ് വേറെ വന്നിട്ട് നമ്മളിവിടെ ഒരു വാഷ് ബേസിൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ചെയ്തിട്ടിരിക്കുന്നത്. അതായത് നമ്മൾ ആ ഏരിയയിൽ തന്നെ സെയിം കുളിക്കുന്ന വെള്ളം പോകുന്ന ട്രാപ്പിൽ നിന്ന് പോകുന്ന സെയിം തന്നെ നമ്മൾ വാഷ് ബേസിനോട് കൊടുത്തു. പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് വരുന്നത് ചൂടുവെള്ളം വരുന്നുണ്ട്, പച്ചവെള്ളവും വരുന്നുണ്ട്. ചൂടുവെള്ളം CPC കാണുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഐവറി കളറുള്ള പൈപ്പാണ് ചൂടുവെള്ളത്തിൻ്റെ CPVC പൈപ്പ്. അതിനുശേഷം വരുന്ന പൈപ്പ് നമ്മൾ ഒറ്റ ടാങ്കിൽ നിന്ന് ഒറ്റ ലെയറായിട്ടാണ് വരുന്നത്. അത് 1 ഇഞ്ച് പൈപ്പ് വന്നതിന് ശേഷം 3/4 ഇഞ്ചായിട്ട് റെഡ്യൂസ് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വാഷ് മെഷീൻ നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റിയാണ് ഇടുന്നത്. അപ്പോൾ ഏകദേശം 150 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഇതിൻ്റെ ടാപ്പിനുള്ള ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ അതിൻ്റെ വേസ്റ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ലൈൻ ഈ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ വേസ്റ്റ് പോകുന്നതിൻ്റെ സെയിം തന്നെ ഒരു ടീ ഇട്ടതിന് ശേഷം കറക്റ്റ് ചെയ്ത് 45 വെച്ചിട്ട് ഒരിക്കലും ബ്ലോക്ക് വരാത്ത രീതിയിലുള്ള ഓപ്ഷനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ ഒരു എയറിൻ്റെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ഇഞ്ച് നമ്മുടെ ബാത്റൂമിൽ നിന്ന് വരുന്ന 4 ഇഞ്ച് പൈപ്പിനും എയർ നമ്മൾ ഏറ്റവും മുകളിലേക്ക് പൊക്കിക്കളഞ്ഞിരിക്കുന്നത്. അത് സ്മെല്ല് ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ തുളച്ച് പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു സെക്ഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഏരിയയിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മളൊരു നമ്മുടെ 3 മോഡ്യൂളിൻ്റെ ഒരു ബോക്സ് വെച്ചിരിക്കുന്നു. ഒരു പ്ലഗ് സ്വിച്ചും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു 16 ആംസിൻ്റെ പ്ലഗ് സ്വിച്ചും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം തൊട്ടപ്പുറത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെർട്ടർ സിസ്റ്റമാണ്. ഇൻവെർട്ടർ സിസ്റ്റം നമ്മൾ പുറത്ത് ചെയ്യുന്നതാണ്, ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഓപ്പൺ ഏരിയ ആയതുകൊണ്ട്, ഓപ്പൺ ടെറസ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നമ്മൾ സോളാറിൻ്റെ പാനലുകൾ വെക്കാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഇവിടെയാണ്. അപ്പോൾ സോളാർ പാനലിൽ നിന്ന് DC വോൾട്ടേജ് ഒരിക്കലും അധികം ലെങ്ത്ത് വന്നു കഴിഞ്ഞാൽ വോൾട്ടേജ് വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വോൾട്ടേജ് വേരിയേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇൻവെർട്ടർ സിസ്റ്റം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നേരെ സോളാർ പാനലിലേക്കുള്ള ഓപ്ഷൻ ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് നേരെ DC വോൾട്ടേജ് വരുന്നതിനും ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നതിന് യാതൊരു തടസ്സവും കാര്യങ്ങളില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഷിംഗ് ബേസിൻ്റെ ഏരിയ. അപ്പോൾ ഒരേ ഭിത്തിയിൽ തന്നെ വാഷ് ബേസൻ, ഇൻവെർട്ടറിൻ്റെ സിസ്റ്റം, പിന്നെ തൊട്ടപ്പുറത്തായിട്ട് വാഷിംഗ് മെഷീൻ്റെ സിസ്റ്റം. ഇൻവെർട്ടർ സിസ്റ്റം നമ്മൾ ഇങ്ങനെ ഓപ്പൺ ഏരിയയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഏറ്റവും നല്ലത് സ്റ്റെയറിൻ്റെ താഴെ നിന്ന് മാറ്റി ഓപ്പൺ ടെറസിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒട്ടും സ്പേസ് കളയാതെ ഒറ്റ ഭിത്തിയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.